ആദ്യമായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ള ഒരു സങ്കോചവും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ ഇന്നത്തോടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സ്വന്തം നിലയ്ക്ക് വളരെ ആത്മവിശ്വാസപൂർവ്വം ഇവിടെ നമ്മൾ ഓരോ ക്ലാസ്സുകളിലും അഭിമുഖീകരിച്ചു. അതിൻ്റെ ഒരു നേട്ടം അല്ലെങ്കിൽ അത് നിങ്ങളുടെ മുഖത്ത് ഓരോരുത്തരുടെ മുഖത്ത് നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ ബാങ്കിന്റെ കാര്യങ്ങൾ, ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അത് മാത്രമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കേണ്ടതും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ എന്താ പറയുക അത്രയും അടുത്ത് നമ്മൾ ഫുൾ ടൈം ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണ് അതെങ്ങനെ ഉപയോഗിക്കണം, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വരെ ഇവിടെ നമുക്ക് പഠിക്കാൻ സാധിച്ചു. നമ്മൾ വരുമ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഇവിടെ എല്ലാവരോടും പ്രത്യേകിച്ച് നമ്മുടെ സാറിനോടൊക്കെ നന്ദി രേഖപ്പെടുത്തിയാണ്. നാളെ മുതൽ ബാങ്കിലെത്തി കഴിഞ്ഞാൽ എന്തെല്ലോ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും കാലം ബാങ്കിനോട് പൂർണ്ണമായ ഉത്തരവാദിത്വം പുലർത്തിയില്ല എന്നുള്ള തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് നാളെ മുതൽ ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകും. ബാങ്കിനെ കുറിച്ച് ഏറ്റവും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈബർ കുറ്റകൃത്യമുണ്ട്, അത് വളരെ സിമ്പിളായി നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ വളരെ മനോഹരമായ ക്ലാസ് ഡയറക്ടർ എന്ന നിലയ്ക്ക് ഒരുപാട് അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ ഞെട്ടിപ്പിടിച്ചു. സാർ വീട് തമിഴ്നാട്ടിലാണ്, എന്നാൽ കേരളത്തെക്കുറിച്ച് കൃത്യമായി ഓരോ പ്രദേശത്തെയും ബാങ്കുകളും അതിൻ്റെ സെക്രട്ടറിയുടെ പേരും അതിൻ്റെ മൊത്തം കാര്യങ്ങൾ സാർ വളരെ ഇതായിട്ട് മനസ്സിലാക്കി.